എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ സ്റ്റാൻലിയുടെ എസ്റ്റേറ്റ് കാണാൻ വേണ്ടി ഇറങ്ങിയതാണ് അപ്പച്ചനും അലീനയും സ്റ്റാൻലിയും കൂടെ. അപ്പോൾ സ്റ്റാൻലി അലീനോട് പറയും, വണ്ടിയുടെ ഫ്രണ്ട് സീറ്റിലിരുന്നു കാഴ്ചകളൊക്കെ കണ്ടു പോകാമല്ലോ, ആദ്യമായിട്ടല്ലേ അങ്ങോട്ടൊക്കെ പോകുന്നത് എന്ന് പറയുമ്പം അലീന വല്യപ്പച്ചനെ അവിടെ പിടിച്ചിരുത്താൻ വേണ്ടി നോക്കുവാണ്. വല്യപ്പച്ചൻ അവിടെ ഇരുന്നു, ഞാൻ പുറകിലിരുന്നോളാം എന്ന് പറയുന്നു. അപ്പോൾ കുറച്ച് തവണ അങ്ങനെ പറഞ്ഞു കഴിയുമ്പോഴേക്കും സ്റ്റാൻലിക്ക് ദേഷ്യം വരും. അലീന ഞാൻ പറഞ്ഞത് കേട്ടില്ലായിരുന്നോ എന്ന് ചോദിക്കും. കേട്ടു എന്ന് പറയുമ്പം എന്താ പിന്നെ അനുസരിക്കാൻ ഇത്ര ബുദ്ധിമുട്ട് എന്ന് ചോദിക്കുവാണ്. അന്നേരം അലീനയ്ക്ക് ഇത്തിരി വിഷമാകും. ഏതായാലും അലീന വന്ന് ഫ്രണ്ട് സീറ്റിൽ തന്നെ കയറി ഇരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് അവർ പോകുന്ന വഴിക്ക് ഓരോ കാഴ്ചകളൊക്കെ കണ്ടാണ് പോകുന്നത്. അങ്ങനെ എസ്റ്റേറ്റിലെത്തുന്നു. എസ്റ്റേറ്റിൻ്റെ ഉള്ളിലൂടെ വണ്ടി പോകുന്നുണ്ട്. എന്നിട്ട് വണ്ടിയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് എല്ലായിടവും പരിചയപ്പെടുത്തുന്ന കൂട്ടത്തിൽ സ്റ്റാൻലി പറയുവാണ്, ഇത് ഒരു കുറ്റിക്കാടായിട്ട് കിടന്നതാണ്, ആർക്കും വേണ്ടാതെ ഞാനാണ് ഇത് മേടിച്ചതിന് ശേഷം ഇതുപോലെ റബ്ബറൊക്കെ വെച്ച് പിടിപ്പിച്ച് തോട്ടമാക്കി എടുത്തത് എന്ന് പറയുമ്പം അലീന ചോദിക്കും, തന്നെ ചെയ്തതല്ലല്ലോ, തൊഴിലാളിയെ കൊണ്ട് ചെയ്യിപ്പിച്ചതല്ലേ എന്ന്. അതങ്ങ് ഇഷ്ടപ്പെടില്ല കേട്ടോ സ്റ്റാൻലിക്ക്. എന്നിട്ട് സ്റ്റാൻലി പറയുന്നുണ്ട്, ഞാൻ പട്ടാളത്തിൽ കിടന്ന് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ പൈസയാണ് ഇവിടെ തൊഴിലാളികൾക്ക് കൊടുത്തത്, അന്നേരം എൻ്റെ കഷ്ടപ്പാടിൻ്റെ ഫലമാണല്ലോ ഇത് എന്ന് പറയുമ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ശരിയാണ് എന്ന് അലീന പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് തോട്ടമൊക്കെ കണ്ട് ഇങ്ങനെ പോകുന്നതിനിടയ്ക്ക് സ്റ്റാൻലി അപ്പച്ചനോട് പറയുക, നമ്മൾ പറയുന്നതൊന്നും അവൾക്കങ്ങ് മനസ്സിലാകുന്നില്ല, ഇനി ബുദ്ധി ഇല്ലാത്തത് കൊണ്ടാണോ എന്നിങ്ങനെ ചോദിക്കുമ്പം വല്യപ്പച്ചൻ പറയുന്നുണ്ട്, ബുദ്ധി ഇല്ലാത്തത് കൊണ്ടല്ല, അവൾക്ക് ബുദ്ധി കൂടുതലാണ്, അതുകൊണ്ടാണ് എന്ന്. അത് കഴിഞ്ഞ് എസ്റ്റേറ്റ് എല്ലാം കണ്ടു കഴിഞ്ഞ് എസ്റ്റേറ്റിലെ മാനേജറൊക്കെ ഇരിക്കുന്ന സ്ഥലത്തേക്കാണെന്ന് തോന്നുന്നു അവർ പോകുന്നതിന് മുമ്പ് വല്യപ്പച്ചൻ പറയുന്നുണ്ട്, നല്ല ഗമയ്ക്ക് നിന്നോണം, എന്തെടുക്കുവാണ് എന്ന് ചോദിച്ചാൽ പഠിക്കുവാന്ന് പറഞ്ഞേക്കണം, BA എന്നോ MA എന്നോ PhD എന്നോ എന്തെങ്കിലും പറഞ്ഞാൽ മതി എന്ന് പറയുമ്പോൾ അതൊക്കെ എന്താ എന്ന് അലീന ചോദിക്കും. എന്നാൽ അതൊന്നും അറിയത്തില്ല, അങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ മതി, തട്ടിവിട്ടാൽ മതി എന്നൊക്കെ വല്യപ്പച്ചൻ പറയുന്നുണ്ട്. ഏതായാലും സ്റ്റാൻലി അവിടെ ചെന്ന് കണക്കുകളൊക്കെ നോക്കുന്നുണ്ട്. അതിലെന്തൊക്കെയോ പിഴവുകളൊക്കെ ഉണ്ട് കേട്ടോ. കൊണ്ടു കൊടുത്ത കണക്കൊക്കെ വലിച്ചെറിയും, മാനേജറോട് ആണെന്ന് തോന്നുന്നു ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ അവിടെ ചെന്ന് കഴിയുമ്പം സ്റ്റാൻലി അലീനയെ പരിചയപ്പെടുത്തുന്നത് എൻ്റെ മകളാണ് എന്ന് പറഞ്ഞു കേട്ടോ. അതുകൊണ്ട് തന്നെ അലീനയ്ക്ക് ഒരു ആത്മാഭിമാനമൊക്കെ തോന്നുന്നു. തിരിച്ചു പോരുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നുവാണ് അലീനയ്ക്ക്. അതുകൊണ്ട് തന്നെ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്നതിനിടയ്ക്ക് അലീന സ്റ്റാൻലിയുടെ കൈകൾ രണ്ടും ഇങ്ങനെ മുറുക്കി പിടിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും സ്റ്റാൻലിക്കും ഭയങ്കര സങ്കടം വരുന്നു. കണ്ണാടിയൊക്കെ മാറ്റുന്നുണ്ട്, കണ്ണൊക്കെ നിറഞ്ഞു വരുന്നുണ്ട്. അതുപോലെ ഇത് കാണുന്ന വല്യപ്പച്ചനും ഭയങ്കര സങ്കടം വരുന്നുണ്ട്. എന്നാലും ഇതൊക്കെ പ്രൊമോ ആയിട്ട് കാണിച്ചതാണ്. നാളെ നല്ലൊരു എപ്പിസോഡായിരിക്കും, നമുക്ക് കാത്തിരിക്കാം.